മറുനാട്ടിൽ പഠിക്കുക, വിദേശത്ത് ഉപരിപഠനം നടത്തുക, വ്യവസായ നഗരമായ മുംബൈയിൽ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലിക്കാരിയാവുക, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന പ്രൊഫഷനിൽ എത്തിപ്പെടുക. സ്വപ്നതുല്യമായ നേട്ടമാണ് അതെന്നേ ആരും പറയും. പക്ഷേ മരിയ കുര്യാക്കോസ് അത് വലിച്ചെറിഞ്ഞു. നാട്ടിലെത്തി വ്യാപാര സംരംഭം തുടങ്ങി. അസംസ്കൃത വസ്തുവായി പെരുമ്പുറത്ത് നിന്ന് ചിരട്ട കണ്ടെത്തി. പ്രിയ സംരംഭത്തിന് തേങ്ങ എന്ന പച്ച മലയാളം പേരിട്ടു. ₹4,000 മുതൽ മുടക്ക്. വിറ്റുവരവ് ഇപ്പോൾ 1.5 കോടി. ചിരട്ട കരകൗശല വസ്തുക്കൾ പുതുമയല്ല, മരിയയുടെ ഉൽപ്പന്നങ്ങൾ പക്ഷേ വേറിട്ടവ. ജന്മദൗത്യം തീർന്ന് മണ്ണോട് മണ്ണാകാൻ പോകുന്ന ചിരട്ടകൾ മരിയയുടെ മാനസപുത്രികളാകുമ്പോൾ വീഞ്ഞ് ചഷകവും സൂപ്പ് കപ്പും സാലഡ് ബൗളും മെഴുകുതിരി പാത്രവും ചെടിച്ചട്ടിയും ഊണുമേശ തലികയും ഉപഹാര ശില്പങ്ങളുമായി പുനർജനി നേടുന്നു. ചിരട്ട ഇങ്ങനെ സുന്ദര ശരീരികളാകുന്നത് വാർണിഷോ മറ്റു മിനുക്ക് ചായങ്ങളോ തേച്ചിട്ടല്ല. ചൂടാക്കി ചിരട്ടയിൽ തന്നെയുള്ള തൈലം പുറത്തേക്ക് വരുത്തിയിട്ടും പിന്നാലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിനുക്കിയിട്ടുമാണ്. ആ രീതി മരിയ തന്നെ വികസിപ്പിച്ചത്. ചിരട്ട ശില്പങ്ങളിൽ സാധാരണ ഉപയോഗിക്കാത്ത ഇനാമലിങ്ങും എൻഗ്രേവിങ്ങും മരിയയുടെ ഉൽപ്പന്നങ്ങളെ സുകുമാര കലാശില്പങ്ങളാക്കുന്നു. മരിയയുടെ സ്ഥാപനം 30 പേർക്ക് ജോലി കൊടുക്കുന്നു. അവരിൽ പകുതിയിലേറെ പേരും കരകൗശല വിദഗ്ധർ, പലരും സ്ത്രീകളും. വല്ലപ്പോഴും ചിരട്ട കയ്യിൽ ഉണ്ടാക്കിയിരുന്ന, വീട് പുലർത്താൻ കൂലിപ്പണിക്ക് പോയിരുന്ന, പ്രാരാബ്ധങ്ങൾക്കിടയിൽ കരകൗശലവേല മറന്നു വച്ചിരുന്ന കലാപ്രവർത്തകർക്ക് ശാപമോക്ഷം നൽകിയത് തേങ്ങയുടെ അധിക നേട്ടം. ഈ സംരംഭം തുണച്ചപ്പോൾ എല്ലാ ദിവസവും ജോലിയുള്ള ശില്പികളായി അവരുടെ ജീവിതം മാറി മറിഞ്ഞു. തേങ്ങ ഇന്ന് കേരളത്തിലെ ഒരു കൊച്ചു സംരംഭമല്ല, 20ഓളം വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ശില്പോൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സാംസ്കാരിക സംരംഭമാണ്. ഞങ്ങൾ ഹർഷാരവങ്ങളോടെ പരിചയപ്പെടുത്തുന്നു മരിയ എന്ന വേറിട്ട യുവ സംരംഭകയെ. കലാസ്നേഹവും പരിസ്ഥിതി സ്നേഹവും പിറന്ന നാടിനോടുള്ള സ്നേഹവും കൊണ്ട് വ്യവസായത്തിന് പുതുമാനങ്ങൾ പകർന്ന വ്യത്യസ്തയെ. മികച്ച നവാഗത സംരംഭകയ്ക്കുള്ള 2024 കൈരളി ജ്വാല പുരസ്കാരം മരിയ കുര്യാക്കോസിന്.